ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും, ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെപ്പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട, അവരെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്ത് ഇവിടെ വന്നിട്ടില്ല. യസീദു സഫാഹതൻ വഅസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ എല്ലാ ചീത്തയും ഇങ്ങനെ പറയുന്നു. അതങ്ങനെ പറഞ്ഞോട്ടെ, ഞാനതിന് മറുപടി പറയാൻ പോകുന്നില്ല. എന്നിട്ടോ ഷാഫി ഇമാം പറയും, അത് പറയാത്തത് കൊണ്ട് എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു. അവൻ വിഡ്ഢിയായി ഇങ്ങനെ പോകുന്നു. ഏതുപോലെ ഊത് തീയിലിട്ട് ആ തീ കൊണ്ട് കരിക്കുന്നോറും നല്ല നല്ല മണം ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു, അത് കരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക. അതാണ് വേണ്ടത്. ലാ തഖൂമു സ്സാഅതു ഹത്താ ലാ യബ്ഖാ ഫിൽ അർളി മൻ യഖൂലു അല്ലാഹു അല്ലാഹ്. അല്ലാഹുവിനെ പറയപ്പെടുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജിന്ന്, ഒരു ജീവി ഈ ലോകത്ത് ഉള്ള കാലത്ത് ലോകം അവസാനിക്കുകയില്ല, ഖിയാമത്ത് നാൾ വരില്ല. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. പരിശുദ്ധ ഖുർആനും ആ ഖുർആനിനെ പഠിപ്പിച്ചു തന്ന ഹിദായത്തിലേക്ക് മനുഷ്യനെ ചേർത്തി തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സംബന്ധിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനെ പാടില്ലെന്ന് പറയുന്നവനും അതിനെ മറച്ചു വെക്കുന്നവനും ഉലൈക യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലാഇനൂൻ. അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യുന്നതാണ്. ലോകത്തുള്ള മുഴുവൻ മലക്കുകളും അവനെ ലഅനത്ത് ചെയ്യുന്നതാണ്. മുഅ്മിനീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെയും മുഅ്മിനീങ്ങളുടെയും മലായികത്തിൻ്റെയും ലഅനത്തിൻ്റെ പാത്രീഭൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയാൻ പാടില്ലെന്ന് പറയുകയോ അതിനെ മറച്ചു വെക്കുകയോ ചെയ്യുന്നവൻ്റെ ശിക്ഷയെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വഅസ്സനു മിൻക ലം തറ ഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഓ മുഹമ്മദ് നബിയെ, അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യനെ അറിവിൻ്റെയോ ബുദ്ധിയുടെയോ തൻ്റെ ഇടത്തിൻ്റെയോ വിഷയത്തിൽ, ധർമ്മത്തിൻ്റെ വിഷയത്തിൽ, ധീരതയുടെ വിഷയത്തിൽ, സൽസ്വഭാവത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ആരും പ്രസവിച്ചിട്ടില്ല, ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ പ്രശംസ, അവിടുത്തെ പ്രകീർത്തനം, അതിൽ നിന്നൊരൽപ്പം മാത്രം നിങ്ങളോട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചെറിയ സൂറത്തിൻ്റെ ചെറിയൊരർത്ഥം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, പറയുന്നു, അലം നശ്റഹ് ലക സദ്റക. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലയോ? അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? തന്നു എന്നർത്ഥം. ഹൃദയം വിശാലമാക്കി
കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു നിബന്ധനയും വെക്കാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിലോ പ്രത്യേക വിഷയത്തിലോ അങ്ങയുടെ ഹൃദയത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് തന്നു എന്നല്ല. യാതൊരു അതിരുവരമ്പും വെക്കാതെ അഖില ലോക ചരാചരങ്ങളെ മുഴുവനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വിശാലമായ വിധത്തിൽ അങ്ങയുടെ ഹൃദയത്തെ നാം വെളിവാക്കി തുറന്നു തന്നില്ലയോ? തന്നു കഴിഞ്ഞുവല്ലോ. നമുക്കറിയാം, പഴയ കാലത്ത് ഇവിടെ വീടുകളിൽ കത്തിച്ചിരുന്നത് കടലാമെണുക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ കുരുവെടുത്ത് ഈർക്കളിൽ കുത്തി അതായിരുന്നു വിളക്കിന് വേണ്ടി കത്തിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ചെറിയ ചിമ്മിനി വിളക്കുകൾ വന്നു. ഈ വിളക്ക് കത്തിച്ചു വെച്ചാൽ ഏറ്റവും വലിയ അന്ധകാരം, ഇരുട്ട്, ആ ഇരുട്ടിൽ നിന്നൊരൽപ്പം മാത്രമൊന്ന് മാറിക്കൊടുക്കും. പിന്നീട് വന്നു 5-ാം നമ്പർ വിളക്ക്. ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും അറിയില്ലത്. പിന്നീട് വന്നു 14-ാം നമ്പർ വിളക്ക്. പിന്നീട് വന്നു പെട്രോൾ മെക്സ്. പിന്നീട് വന്നു അലാവുദ്ദീൻ. ഇങ്ങനെയുള്ള വിളക്കുകൾ ഇങ്ങനെ വന്ന് അപ്പോ ഓരോന്നും കത്തിച്ചു വെക്കുമ്പോൾ ഇരുട്ട് കുറച്ച് ഭാഗം അങ്ങ് മാറിക്കൊടുക്കും. വലിയ വെളിച്ചമുള്ളത് വെക്കുമ്പോൾ അങ്ങ് കുറച്ചുകൂടി മാറിക്കൊടുക്കും. അങ്ങനെ വന്ന് പിന്നീട് ഈ കാണുന്ന വെളിച്ചം പോലെ ഇതിനേക്കാളും വലിയ ഗൗരവമുള്ള വലിയ വെളിച്ചമുള്ള വിളക്കുകൾ വന്നപ്പോൾ ഏതാണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് ഇരുട്ട് മാറിക്കൊടുത്തു. എങ്ങനെ കൊടുത്തു നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചപ്പോഴോ പിന്നെ ഇരുട്ട് എവിടെയില്ല, എല്ലാം മാറിക്കൊടുത്തു. അതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജഹ്ല് എന്ന് പറയുന്ന ഇരുട്ട് അവിടത്തേക്ക് അടുത്തു വരാത്ത വിധം ആ ഇരുട്ട് മുഴുവനും ഓടി ഒളിക്കുന്ന വിധത്തിൽ അവിടുത്തെ ഹൃദയത്തിൽ അല്ലാഹു തആല അറിവ്, അൽ ഇൽമു നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹുവിൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ് ഇൽമ്. അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ. ഇൽമ്, അറിവ്, അത് അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേക വെളിച്ചമാണ്. ആ വെളിച്ചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ പരിധിയില്ലാതെ, ഹദ്ദില്ലാതെ, ലിമിറ്റ് ഇല്ലാതെ അല്ലാഹു അങ്ങ് കൊടുത്തപ്പോൾ ഉതീതു ഖദാഇന السماوات والارض فوضعت في يدي, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ അറിവുകളും എനിക്ക് നൽകപ്പെട്ടു. ഫവളിഅത് ഫീ യദി, അതെൻ്റെ കയ്യിൽ വെക്കപ്പെട്ടതുപോലെ നൽകപ്പെട്ടു. മറ്റൊരു ഹദീസിൽ ഉതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എല്ലാവരുടെയും അറിവ് എനിക്ക് നൽകപ്പെട്ടു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു,
വകദാലിക നുരി ഇബ്രാഹീമ മലകൂത അസ്സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. അല്ലാഹുവിൻ്റെ ആസ്തിക്യത്തെയും അല്ലാഹുവിൻ്റെ തൗഹീദിനെയും അവൻ്റെ വജൂദിനെയും സംബന്ധിച്ച് പഠിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ധാരാളം തെളിവുകൾ കൊടുത്തു. അവസാനം നുരി ഇബ്രാഹിം നബിയുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. മലകൂത അസ്സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലും അദൃശ്യമായ അഗോചരമായ മറഞ്ഞു കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുകൊണ്ട് നാം കാണിച്ചു കൊടുത്തു. വലിയകൂന മിനൽ മൂഖിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽ ചിന്തിക്കുവാനും എന്നിട്ട് വിശ്വാസദാർഢ്യതയുള്ള ആളുകളെ കൂട്ടത്തിൽ പെടാനും വേണ്ടി എന്ന് അല്ലാഹു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തത് ആകാശഭൂമികളിലുള്ള അറിവാണ്. എന്നാൽ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിയൻ ഹവാഹു ഉലൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിലുൻ നുബുവത്ത് എന്ന കിതാബിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിനെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ആകാശം ഭൂമി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ലൗഹും കലമും, അതിൻ്റെ അപ്പുറത്തുള്ള സ്വർഗവും നരകവും, അതിൻ്റെ അപ്പുറത്തുള്ളതും എല്ലാ അറിവുകളും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു, അല്ലാഹു തആല നൽകി. എന്താണ് ഈ അറിവ്? അതാണ് അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഖൽബ് ഒരു തടസ്സവും ഒരു പരിധിയും ഇല്ലാതെ എല്ലാം അറിയുന്നതിന് വിശാലമാക്കി തന്നു. മനുഷ്യ സഹജമായി പ്രകൃതിയായി ഇതിന് തടസ്സമായി വരാകുന്ന എല്ലാം തങ്ങളിൽ നിന്ന് നാം ഇല്ലാതെയാക്കി അല്ലാഹു പറയുന്നു. പിന്നെയോ ഓ നബിയെ, അങ്ങയെ സംബന്ധിച്ച് പറയുന്ന, മദ്ഹ് പറയുന്ന, പ്രശംസിക്കുന്ന, പ്രകീർത്തിക്കുന്ന അവസ്ഥ ഞാൻ വളരെയധികം വളർത്തി, അങ്ങയെപ്പോലെ മറ്റാരെയും പറയുകയില്ല. ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുക, നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ ബാങ്ക് വിളിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു സെക്കൻഡ് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു സമയത്ത് ബാങ്ക് വിളിക്കുന്നു, ഇവിടെ 6:10 അസ്തമിക്കുന്നു, ഇവിടെ അപ്പോൾ ബാങ്ക് വിളിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് 6:10 കഴിഞ്ഞൊരു സെക്കൻഡ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അസ്തമിക്കുന്നു, അവിടെ അപ്പോൾ ബാങ്ക് വിളിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ കറക്കം, സൂര്യാസ്തമാനത്തിൻ്റെ കറക്കം അനുസരിച്ച് എല്ലാ സമയത്തും നേരം വെളുക്കുകയും അസ്തമിക്കുകയും ആണ്. എപ്പോഴും സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയുമാണ്. എപ്പോഴും നിസ്കാരത്തിൻ്റെ ടൈം കടക്കുകയും പോവുകയുമാണ്. എപ്പോഴും ബാങ്ക് വിളിക്കപ്പെടുകയാണ്. അങ്ങനെ നോക്കിയാൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയപ്പെടാത്ത ഒരു സെക്കൻഡും ഇവിടെ ഇല്ല. വറഫഅനാ ലക ദിക്റക, അല്ലാഹു തആല തങ്ങളെ പറയലിനെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ബാങ്ക് വിളിക്കുന്നു ഒരു സ്ഥലത്ത്, അതേ സമയത്ത് വേറെ ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ
اللهم صل على محمد وعلى آل سيدنا محمد كما صليت على إبراهيم. ഇങ്ങനെ ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നു, അടുത്ത സെക്കൻഡിൽ വേറെ ഒരു കൂട്ടർ ചൊല്ലുന്നു, അടുത്തൊരു സെക്കൻഡിൽ വേറെ ഒരു കൂട്ടർ ചൊല്ലുന്നു. അങ്ങനെ നോക്കിയാൽ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു സമയവും ഇല്ല. അതേസമയം തന്നെ മറ്റൊരാൾ നിസ്കരിക്കുന്ന ഒരാൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നു. അതും ഇങ്ങനെ തന്നെ. അത് പറയപ്പെടാത്ത ടൈമുണ്ടോ? വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. വറഫഅനാ ലക ദിക്റക, തങ്ങളെ പറച്ചിലിനെ അല്ലാഹു തആല ഉയർത്തി എന്നാ പറയുന്നത്. ഉയർത്തി ഉയർത്തി എത്രയോ ഉയർത്തി. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വെറും നിസ്കാരത്തിൽ മാത്രം നാം എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര്, അവിടുത്തെ മദ്ഹ് 3 പ്രാവശ്യം, ഒന്ന് ബാങ്കിൽ, ഒന്ന് അത്തഹിയ്യാത്തു വൽ സ്വലാത്ത്, ഒന്ന് അത്തഹിയ്യാത്തുൽ സലാം. ഈ 3 എണ്ണവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറയപ്പെടൽ ഇങ്ങനെ മാറി 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 ലക്ഷോപിലക്ഷം ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പറയപ്പെടാത്ത ഒരു സമയം എന്ന് വരുന്നോ അന്ന് ലോകത്തിൻ്റെ അവസാനം, അന്ന് ഖിയാമത്താണ്. അതുപോലെ തന്നെ അല്ലാഹുവിനെ പറയപ്പെടാത്ത സമയവുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണല്ലോ, അത് പറഞ്ഞിട്ടാണല്ലോ രണ്ടാമത് പറയുന്നത്. അപ്പോ ലാ തഖൂമുസ്സാഅതു ഹത്താ ലാ യബ്ഖാ ഫിൽ അർളി മൻ യഖൂലു അല്ലാഹു അല്ലാഹ്. അല്ലാഹുവിനെ പറയപ്പെടുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജിന്ന്, ഒരു ജീവി ഈ ലോകത്ത് ഉള്ള കാലത്ത് ലോകം അവസാനിക്കുകയില്ല. ഖിയാമത്ത് നാൾ വരില്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ് ഖിയാമത്ത് നാളുണ്ട്, ലോകം അവസാനിക്കുന്ന ദിവസമുണ്ട്. അത് അവസാനിക്കാൻ അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവുകയില്ല. അങ്ങനെ അള്ളാഹുവിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എപ്പോഴും പറയപ്പെടുന്നു. ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കുകയാണ്, ഓ മുഹമ്മദ് നബിയെ, ലാ ഉദ്കറു, എന്നെ പറയപ്പെടുകയില്ല, അല്ലാഹു ആകുന്ന എന്നെ പറയപ്പെടുകയില്ല, ഇല്ലാ വതുദ്കറു മഈ, എൻ്റെ കൂടെ തങ്ങളെയും പറയപ്പെടാതെ ഒരിക്കലും പറയപ്പെടൂല. അപ്പോൾ അല്ലാഹുവിനെ എവിടെ പറയുന്നു അവിടെയെല്ലാം റസൂലുള്ളാഹിനെ പറയണം. അല്ലാഹുവിനെ പറയപ്പെടാത്ത സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് പറയണം. അങ്ങനെ ഇത് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ്. ഇനി അതിനു പുറമെ മദീന മുനവ്വറയിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, ഏതെങ്കിലും ഒരു സെക്കൻഡ് ഒഴിവുണ്ടോ ലക്ഷോപിലക്ഷം ജനങ്ങൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാത്ത സമയമില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ. സൗദി ഗവൺമെൻറ് ഇപ്പോൾ മദീനത്തെ പള്ളി എല്ലാ സമയവും തുറന്നു വച്ചിരിക്കുന്നു. അബ്ദുള്ള രാജാവ് വന്നതിന് ശേഷം മദീനത്തെ പള്ളി അടക്കാറില്ല. 24 മണിക്കൂറും ആളുകൾക്ക് അതിൽ കടക്കാം. ഇനി പള്ളി അടച്ചാലോ അതിന് ഇപ്പുറത്തുനിന്ന് ചെല്ലുന്നവരുണ്ടാകും. അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് വെച്ചും റസൂലുള്ളാഹിന്റെ മേൽ സലാം, ഇങ്ങനെ സലാത്തും സലാമും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
തീർച്ചയായും അല്ലാഹു തആലയും വമലായികതഹു അവൻ്റെ കോടാനുകോടി മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് നിർവഹിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അല്ലാഹു തആല സലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയലാണ്. അല്ല, അതൊരിക്കലും ഉണ്ടാവൂല. അതിന് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ കിതാബു തഫ്സീറിൽ ബാബു ഖൗലിഹി തആല ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂൻ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ബുഖാരി പറയുന്നു, ഖാല അബുൽ ആലിയത്തി അസ്സലാത്തു മിനല്ലാഹി അൽ മദ്ഹു വസ്സനാഉ. അല്ലാഹു തആല സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പുകഴ്ത്തുന്നു, അല്ലാഹുവിൻ്റെ കോടാനുകോടി മലക്കുകളും പുകഴ്ത്തുന്നു. എന്നിട്ട് നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മനുഷ്യന്മാരെ, സല്ലു അലൈഹി, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊള്ളണം, അവിടുത്തെ പ്രശംസകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, പ്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ആജ്ഞയാണ്. അപ്പോൾ ഇനി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല എല്ലാ സമയത്തും റസൂലുള്ളാഹിനെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളോട് പ്രശംസിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുകയും ചെയ്തു. വേറെയും ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാം. എന്നിട്ടും നമ്മളിടയിൽ കുറഞ്ഞ മനുഷ്യന്മാർ അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ നിസ്കാരം നിർത്തിക്കളയണോ, അത് പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അന്ന് മുതൽ നിസ്കരിക്കാൻ പറ്റില്ല, പാടില്ല. നിസ്കരിക്കുമ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാം, പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാം. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഇങ്ങനെ പറയിപ്പിക്കുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറയിപ്പിക്കുകയാണ്. ഇത് പറയാതെ നിവൃത്തിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅ്മത്ത് അത് നിങ്ങൾ എടുത്തു പറയണം. ഖുർആൻ പറയുന്നു, എല്ലാ നിഅ്മത്തുകളും മൂടി വെച്ചോളൊന്നുമില്ല. കിബിറില്ലാത്ത തലക്ക് അള്ളാഹു തആല എനിക്ക് ആ നിഅ്മത്ത് തന്നു, അള്ളാഹു ഇങ്ങനെ നിഅ്മത്ത് തന്നു എന്ന് പറയുന്നത് നല്ലതാണ്. കിബിറിന് വേണ്ടി പറയാൻ പാടില്ല, ഞാൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് എന്ന് പറയാൻ പാടില്ല. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅ്മത്ത് അതെടുത്ത് പറയുന്നത് അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു തആല അയച്ചു തന്നതല്ലാത്ത അതിനേക്കാൾ വലിയൊരു നിഅ്മത്ത് അല്ലാഹു നമുക്ക് എന്താണ് ചെയ്തത്? വേറെ ഒരു നിഅ്മത്തും ചെയ്തിട്ടില്ല. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഏറ്റവും വലിയ നിഅ്മത്താണ് ചെയ്തത്. എപ്പോൾ അവരിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഏറ്റവും മഹോന്നതരായ റസൂലിനെ അല്ലാഹു അയച്ചു കൊടുത്തപ്പോൾ ആ റസൂൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, മനുഷ്യരെ ശുദ്ധിയാക്കുന്നു. നീതനികൃഷ്ടമായ മുഴുവൻ വിശ്വാസങ്ങളെ തൊട്ടും മുഴുവൻ ആചാരങ്ങളെ തൊട്ടും മുഴുവൻ കർമ്മങ്ങളെ തൊട്ടും ദുശ്ചെയ്തികളെ തൊട്ടും ശുദ്ധീകരിച്ച് മനുഷ്യനെ നന്നാക്കിയെടുക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹി അതിനാണ് ഇവിടെ വന്നത്, മനുഷ്യരെ ശുദ്ധീകരിക്കാൻ. സക്കാത്ത് വാങ്ങുന്ന സ്ഥലത്ത് പറഞ്ഞത് കണ്ടില്ലേ? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും ബിഹാ വതുസക്കീഹിം. നബിയെ, പണക്കാരിൽ നിന്ന് സക്കാത്ത് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കണം.
പണക്കാരോട് സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. എന്തിനാണ്? പാവപ്പെട്ടവരുടെ വയറ് നിറയാൻ എന്നല്ല അള്ളാഹു അവിടെ പറഞ്ഞത്. നേരെ മറിച്ച് തുതഹിറുഹും ബിഹാ, ആ സക്കാത്ത് കൊടുക്കൽ കൊണ്ട് തങ്ങൾ അവരെ ശുദ്ധീകരിക്കുന്നു നബിയെ. അവരുടെ സ്വത്തിനെ ഹറാമില്ലാത്ത സ്വത്താക്കി മാറ്റുന്നു. അവരെ ശരീരത്തെ ഹറാമ് തിന്നാത്ത ശരീരമാക്കി മാറ്റുന്നു. അവരെ സ്വത്തിനെയും അവരെ ശരീരത്തെയുമെല്ലാം ശുദ്ധീകരിക്കുന്നു. ആര്? നബിതങ്ങൾ ശുദ്ധീകരിക്കുന്നു ആ സക്കാത്ത് വഴി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ മുഴുവൻ വിശ്വാസവും ആചാരങ്ങളും കർമ്മ പദ്ധതികളും പഠിപ്പിച്ചു തരുന്ന ഈ മഹോന്നതരായ നബിതങ്ങൾ നമുക്ക് അയച്ചു തന്നതിനേക്കാൾ വേറെ എന്താണ് നമുക്ക് നിഅമത്ത്, അനുഗ്രഹം? ഒരു ഗ്ലാസ് ചായ തരുന്നതാണോ? ഒരു വീട് നിർമ്മിച്ചു തരുന്നതാണോ? ഒരു കിണർ കുഴിച്ചു തരുന്നതാണോ? എന്നാൽ ഇവിടുത്തെ കിണറും ഇവിടുത്തെ വീടും ഇവിടുത്തെ ചായയും എല്ലാം നശിച്ച് തരിപ്പണമായി പോകില്ലേ? അതേ സമയത്ത് ശാശ്വതമായി ഖിയാമത്ത് അറ്റമില്ലാത്ത നിലക്ക് നമുക്ക് ലഭിക്കുന്ന സ്വർഗവും നമുക്ക് ലഭിക്കുന്ന ഹൗദുൽ കൗസറും നമുക്ക് ലഭിക്കുന്ന വസ്ത്രവും അങ്ങനെ അറ്റമില്ലാത്ത നിഅമത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് നമുക്ക് വേറെയില്ല. ആകയാൽ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്തിനെ എടുത്തു പറയുക. ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിനാ. അല്ലാഹു തആല തന്നെ ആ രൂപം പഠിപ്പിച്ചു തന്നു. ഏറ്റവും വലിയ വാനാരോഹണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു രാത്രിയിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയായിരം ദൂരം ഭൂമിയിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് 500 കൊല്ലത്തെ വഴിദൂരമാണ്. ഒരു ആകാശത്തിന് 500 കൊല്ലത്തെ വഴിദൂരമാണ് കട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആകാശത്തിലേക്ക് 500 കൊല്ലമാണ്. അങ്ങനെ 500 കൊല്ലം ഇടക്കുള്ളതും 500 കൊല്ലം കട്ടിയും, അങ്ങനെ 1000 കൊല്ലത്തെ വഴിദൂരം യാത്ര ചെയ്യുന്ന മിതമായ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് 1000 കൊല്ലം യാത്ര ചെയ്യുന്ന ഒരു ആകാശമായിട്ടേ ഉള്ളൂ. അങ്ങനത്തെ 7 ആകാശം വരുമ്പോൾ 7000 കൊല്ലം യാത്ര ചെയ്യുന്ന ദൂരം. അതും കഴിഞ്ഞിട്ട് പിന്നെ അർശും കുർസിയും ലൗഹും കലമും എല്ലാം ഒരു രാത്രിയിൽ നിന്ന് അല്പസമയം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പോയി. അതൊന്നും മുഅ്മിനീങ്ങൾക്ക് പിന്നെ സംശയമല്ല. പണ്ട് മുനാഫിക്കങ്ങൾക്ക് സംശയമായിരുന്നു, മുഅ്മിനീങ്ങൾക്ക് അതിലൊന്നും ഒരു സംശയവുമില്ല. ഇപ്പോൾ സംശയമില്ലാതിരിക്കാൻ പല തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കുന്ന ഇതേ പ്രസംഗം ലോകത്തിൻ്റെ നാനാഭാഗത്തും കേൾക്കുകയാണ്, എന്നെ കാണുകയാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അത് പറയുമ്പോൾ ആളുകൾ കാസറ്റ് ചെയ്യാൻ വരും. ഒരു ടേപ്പ് റെക്കോർഡുമായി വന്നിട്ട് അതിങ്ങനെ മുന്നിൽ വെക്കും. അതിങ്ങനെ വട്ടം കറങ്ങി 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിലൊരു പട്ടം ഇങ്ങനെ കറങ്ങിയാൽ പ്രസംഗം അതിലേക്ക് പിടിച്ചെടുക്കും. വേറെ ഒന്നിற்கு പകർത്തണമെങ്കിലോ അതുപോലെ വേറെ ഒന്ന് മുന്നിൽ വെച്ചു കൊടുക്കണം. എന്നിട്ട് ആ 3 മണിക്കൂർ തന്നെ ഇങ്ങനെ പകർത്തണം. ഇന്നോ ഒരു പ്രസംഗം 3 മണിക്കൂർ ചെയ്യുന്ന പ്രസംഗം അതിൻ്റെ CD ഒരു യന്ത്രത്തിൽ വെച്ചു കൊടുത്ത് ബട്ടൺ അമർത്തി ടിം 3 മിനിറ്റ് കൊണ്ട് ഒന്നായിട്ട് പതിഞ്ഞു പോയി. ഒന്നായിട്ട് 100 കണക്കിന് കോപ്പികൾ വന്നു. അതും പോയി, സീഡിയും പോയി. അവസാനം കീശയിൽ കൊത്തുന്ന പെന്നിൽ അത് മുഴുവനും പകരുന്ന അത്രയും സ്പീഡ് ഇവിടെ കാണുന്നുവെങ്കിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അതിൽ വിശ്വസിക്കുന്ന ഒരാളും ഇത് നിഷേധിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു രാത്രിയിൽ തന്നെ എത്രയോ ലക്ഷം കിലോമീറ്ററുകൾ, മൈൽസുകൾ
അകലെയുള്ള സ്ഥലത്ത് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അർശും കുർസിയും ലൗഹും കലമും എല്ലാം പോയി സ്വർഗത്തിൽ കടന്നു. സ്വർഗത്തിലൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ മലായികത്തുമായി സംസാരിച്ചു, അമ്പിയാക്കളുമായി സംസാരിച്ചു. ഇതെല്ലാം ചെയ്തു തിരിച്ചു വന്നപ്പോൾ രാത്രിയിൽ നിന്നുള്ളൊരു ചെറിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചതല്ലേ. അങ്ങനെ ലോകത്ത് മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു പ്രത്യേക മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്ത് മിഅ്റാജ് ആണ്. ഈ രണ്ട് മുഅ്ജിസത്ത് ഖുർആനും മിഅ്റാജും മറ്റൊരു നബിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല, ഒരു വലിയനും കൊടുത്തിട്ടില്ല. ഈ രണ്ട് വലിയ മുഅ്ജിസത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മുഅ്ജിസത്തുകളുടെയും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കാൻ പാടില്ല, അവിടുത്തെ മദ്ഹ് പറയാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറയുന്നത്? സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. പരിശുദ്ധ ഖുർആനും ആ ഖുർആനിനെ പഠിപ്പിച്ചു തന്ന ഹിദായത്തിലേക്ക് മനുഷ്യനെ ചേർത്തി തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സംബന്ധിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനെ പാടില്ലെന്ന് പറയുന്നവനും അതിനെ മറച്ചു വെക്കുന്നവനും ഉലൈക യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലാഇനൂൻ. അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യുന്നതാണ്. ലോകത്തുള്ള മുഴുവൻ മലക്കുകളും അവനെ ലഅനത്ത് ചെയ്യുന്നതാണ്. മുഅ്മിനീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെയും മുഅ്മിനീങ്ങളുടെയും മലായികത്തിൻ്റെയും ലഅനത്തിൻ്റെ പാത്രീഭൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയാൻ പാടില്ലെന്ന് പറയുകയോ അതിനെ മറച്ചു വെക്കുകയോ ചെയ്യുന്നവൻ്റെ ശിക്ഷയെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയില്ല. അത്രയും വലിയ ആഴമേറിയ കടലാണ് കേട്ടോ, ആഴമേറിയ ബഹറാണ് കേട്ടോ. ആ ബഹറിൽ നിന്ന് ഒരു ചെറിയ അംശം മാത്രമാണ് നാം ഇപ്പോൾ മുക്കിയെടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മളൊക്കെ സാധാരണ ചെല്ലുന്ന ബുർദ, ആ ബുർദയുടെ ഉടമസ്ഥനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര വലിയ കവിയാണ്, എത്ര വലിയ സാഹിത്യകാരനാണ്. ഓരോ ചെറിയ ചെറിയ പദത്തിൻ്റെ ഉള്ളിലും ഒരുപാട് ഡസൻ കണക്കിൽ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിവുള്ള ഇമാം ബൂസീരി, അദ്ദേഹം അല്ലാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് പറഞ്ഞ് അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? في نبيهم واحكم بما شئت مدحا فيه واحتكمي. നീ അല്ലാഹുവിൻ്റെ റസൂലിനെ മദ്ഹ് പറഞ്ഞോ, എത്രയാണ് പറയാൻ കഴിയുക അത് മുഴുവനും നീ പറയുക. പക്ഷേ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ഈസാ നബി അലൈഹിസ്സലാം ഇലാഹാണ്, ദൈവമാണ് എന്ന് പറഞ്ഞു കളഞ്ഞു. അതൊരിക്കലും ശരിയല്ല. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. ഈസാ നബി ഇലാഹാണ്, അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ തൗഹീദിൽ നിന്ന് പുറത്തുപോയി എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നസാറാക്കൾ അവരുടെ നബിയെ സംബന്ധിച്ച് പറഞ്ഞ ഇലാഹാണെന്ന വാദം, ദൈവമാണെന്ന വാദം, അത് നീ ഉപേക്ഷിക്കണം, അതൊരിക്കലും പറയാൻ പാടില്ല. അതേ സമയത്ത് അവിടുത്തെ മദ്ഹ് അല്ലാത്തത് എന്തു തന്നെയായാലും നീ പറഞ്ഞാൽ അത് അധികമാവുകയില്ല. ഫൻസുബ് ഇലാ ദാത്തിഹി
ما شئت من شرفي فانصب إلى قدره ما شئت من نظمي. അവിടുത്തെ ദാത്തിലേക്കും അവിടുത്തെ ഷറഫിലേക്കും നീ എന്താണോ പറയുന്നത്, ഇൽമിന്റെ വിഷയത്തിൽ ആഴമേറിയ ഇൽമ്, അതുപോലെ ധർമ്മം. അള്ളാഹുവിൻ്റെ ഹബീബ് എത്ര വലിയ ധർമ്മിഷ്ഠരാണെന്നറിയോ? വകാന അജ്വദന്നാസ്, ലോകത്ത് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആള് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. വകാന അജ്വദ മിനർരീഹിൽ മുർസലാം, അടിച്ചു വീശുന്ന കാറ്റ്, ആ കാറ്റിനേക്കാളും അധികം ധർമ്മം ചെയ്യുന്നവരായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ധർമ്മം ചെയ്യുന്നവർ, ഏറ്റവും വലിയ ഇൽമുള്ളവർ, ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ, ഏറ്റവും വലിയ തന്റേടമുള്ളവർ, ഏറ്റവും വലിയ ഭംഗിയുള്ളവർ. വഅസ്സനു മിൻക ലം തറ ഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഓ മുഹമ്മദ് നബിയെ, അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യനെ അറിവിൻ്റെയോ ബുദ്ധിയുടെയോ തൻ്റെ ഇടത്തിൻ്റെയോ വിഷയത്തിൽ, ധർമ്മത്തിൻ്റെ വിഷയത്തിൽ, ധീരതയുടെ വിഷയത്തിൽ, സൽസ്വഭാവത്തിൻ്റെ വിഷയത്തിൽ, അങ്ങനെ ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ആരും പ്രസവിച്ചിട്ടില്ല, ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ഭംഗിയുടെ പകുതി ഭാഗം ഒരേ ഒരു മനുഷ്യൻ യൂസുഫ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പകുതി ഭംഗി. അതിൻ്റെ ബാക്കിയാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ ഭംഗിക്കാരും. മലേഷ്യയും സിംഗപ്പൂരും അമേരിക്കയും റഷ്യയും എവിടെ ചെന്നാലുമുള്ള ഈ ഭംഗികൾ മുഴുവനും പകുതി ഭംഗിയാണ്. അത്രയും അധികം ഭംഗിയുള്ള വ്യക്തിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇങ്ങനെ പഴം ചെത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവരോട് മറന്നുപോയി, കൈകൾ മുറിഞ്ഞുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ. ഐദിയഹുന്ന, അവർ കൈ മുറിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാന്മാർ പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ കൈമുറിച്ചു പോയ പെണ്ണുങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെങ്ങാനും കാണുന്ന പക്ഷം അവർ ഹൃദയത്തെ തന്നെ മുറിച്ചു പോകും. അത്രയും വലിയ ഭംഗിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിന് ഭംഗിയുടെ കൂട്ടത്തിൽ ഹൈബത്ത് എന്ന ഒരു പ്രത്യേകതയും കൊടുത്തു. ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളോട് ചോദിച്ചാൽ ഭംഗിക്ക് നിർവചനം പറയാൻ കഴിയൂല. തൊലി വെളുക്കുക എന്നാണ് ഭംഗിൻ്റെ അർത്ഥം, മൂക്ക് നീളുക എന്നാണ് അർത്ഥം, ചുരുങ്ങുക എന്നാണ് അർത്ഥം, ഉരുട്ടുക എന്നർത്ഥം. ഒന്നുമല്ല, ഇതൊന്നും ഭംഗിയല്ല. ഭംഗി തന്നെയാണ് താനും, അല്ലേ? എത്ര ആളുകൾ മറുനാട്ടുകാരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, നല്ല വെളുത്ത നിറം, പക്ഷെ ഭംഗിയില്ല. അത് ഭംഗിയുണ്ടാകൂല. അപ്പൊ ഭംഗി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അവസ്ഥയാണ്. ഇത് ഒരാൾക്ക് വർണ്ണിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ ഭംഗിയോടുകൂടെ തന്നെ അവരെ കാണുന്ന സമയത്ത് മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈബത്തും മഹത്വവും ബഹുമാനവും കൽപ്പിക്കുക. അവരെ കാണുമ്പോഴേക്ക് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് നിൽക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ. ഈ ഹൈബത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ ഹബീബിനാണ് കൊടുത്തത്.
അങ്ങനെ ആ ജമാലുൽ ഹൈബത്ത് ജമാലുൽ സീനത്ത് രണ്ടും കൂടി ഒരുമിച്ച് കൂടി. അതുകൊണ്ടാണ് വഅജ്മല മിൻകലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഈ ബൈത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ ചൊല്ലിയിട്ട് അവിടെ നിന്ന് അംഗീകരിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുവിൻ്റെ ഹബീബോ ഖുർആൻ പറയുന്നു, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹയില്ലാതെ ഒന്നും പറയില്ല, വഹയില്ലാതെ ഒന്നും പഠിപ്പിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അത് പറയാൻ അല്ലാഹുവിൻ്റെ ഹബീബ് കൽപ്പിക്കുകയും അതനുസരിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചുരുക്കത്തിൽ ഭംഗിയും ബുദ്ധിയും തൻ്റെ ഇടവും കഴിവും പ്രാപ്തിയും തറവാടും അങ്ങനെ ഒരു മനുഷ്യനിൽ എന്തെല്ലാം മഹിമകളും മഹത്വങ്ങളും ഉണ്ടാകാമോ അതെല്ലാം പൂർണ്ണമായി ഒത്തിണങ്ങിയ ഒരുമിച്ച് കൂടിയ ഒരേ ഒരു മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ ഭാര്യമാരെക്കാൾ മക്കളെക്കാൾ എന്നല്ല അഖില ലോക ചരാചരങ്ങളെക്കാളും അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രിയം വെക്കാത്ത കാലത്തോളം ഒരാളും മുഅ്മിനല്ല, ഒരാളും സത്യവിശ്വാസിയല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഹുബ്ബുർ റസൂൽ ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു വിജയികളെ പറ്റി പഠിപ്പിക്കുന്നത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, രണ്ടാമത്തത് നബി തങ്ങളെ ബഹുമാനിക്കുക, മൂന്നാമത്തത് നബി തങ്ങളെ ദീനിനെ സഹായിക്കുക, നാലാമത്തത് നബി തങ്ങൾ കൊണ്ടുവന്ന ചര്യയെ പിൻപറ്റുക, ഇത്തിബാഉ സുന്ന, ചര്യയെ പിൻപറ്റുക. അങ്ങനെ ഈ 4 കാര്യമുണ്ടാകുമ്പോൾ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിൻ്റെ റസൂലിനെ മഹബ്ബത്ത് വെക്കുകയും അവിടുത്തെ ദീനിനെ സഹായിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെ അനുഗമിക്കുകയും ചെയ്യണം. ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും, ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെപ്പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട, അവരെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിവിടെ വന്നിട്ടില്ല. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. അല്ലാഹു ഖുർആനിൽ പറയുന്ന എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ശയാത്തീനൽ ഇൻസി മനുഷ്യ ശൈത്താന് ഒന്നാമതായിട്ട്, വൽ ജിന്നി രണ്ടാമതായി ജിന്നിൻ്റെ ശൈത്താനും, ജിന്നിൻ്റെ ശൈത്താനും. അങ്ങനെ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താനും ഇൻസ് വർഗത്തിൽപ്പെട്ട ശൈത്താനും 2 ആളുകളും എല്ലാ നബിമാർക്കും ശത്രുക്കളായിട്ടുണ്ട്. അല്ലാഹു അവരെപ്പറ്റി പറയുന്നത് എന്താ? വലൗ ശാഅ റബ്ബുക മാ ഫഅലുഹു. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ അവരെ ചെയ്യില്ലായിരുന്നു. പക്ഷെ അല്ലാഹു അങ്ങനെയാണ് കണക്കാക്കിയത്. അതുകൊണ്ട് ഫദർഹും വമാ യഫ്തറൂൻ, അവർ നടക്കുന്ന വഴിക്ക് അവർ നടക്കട്ടെ, നിങ്ങൾ അവരെ അങ്ങോട്ട് വിട്ടേക്കൂ, നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുക തന്നെ വേണ്ട, അവരെ അങ്ങോട്ട് വിട്ടേക്കൂന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ പറഞ്ഞ പദത്തിൻ്റെ ഖുർആനിൻ്റെ അർത്ഥമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബ. യസീദു സഫാഹതൻ വഅസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ എല്ലാ ചീത്തയും ഇങ്ങനെ പറയുന്നു, അതങ്ങനെ പറഞ്ഞോട്ടെ, ഞാനതിന് മറുപടി പറയാൻ പോകുന്നില്ല. എന്നിട്ടോ ഷാഫി ഇമാം പറയും, അത് പറയാത്തത് കൊണ്ട്
എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു. അവൻ വിഡ്ഢിയായി ഇങ്ങനെ പോകുന്നു. ഏതുപോലെ ഊത് തീയിലിട്ട് ആ തീ കൊണ്ട് കരിക്കുന്നോറും നല്ല നല്ല മണം ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു, അത് കരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക. അതാണ് വേണ്ടത്. ആരൊക്കെയോ വന്നിട്ട് ലോകത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതിലൊക്കെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുന്ന നല്ല കാര്യത്തോട് സഹകരിക്കുക.